നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വെച്ചിട്ടുള്ള വട്ടയപ്പം. അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അതിനായിട്ട് 2 കപ്പ് പച്ചരി നന്നായി കഴുകി 4 മണിക്കൂറോളം ഒന്ന് കുതിർത്തിയെടുക്കുക. ഇനി 400 ഗ്രാം ശർക്കരയിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഉരുക്കി ഒന്ന് അരിച്ച് മാറ്റി വെക്കുക ചൂടാറാൻ വേണ്ടിയിട്ട്. 1 കപ്പ് അവലിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുതിർത്തിയെടുക്കുക. കുതിർത്തിയെടുത്ത ഈ ഒരു അവലും പച്ചരിയിലേക്ക് ഇട്ട് കൊടുക്കുക. 2 കപ്പ് തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചരിയും തേങ്ങയും അവലും എല്ലാം തന്നെ 2 തവണയായിട്ട് മിക്സിയിൽ നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. ആദ്യം പകുതി ഇതുപോലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരയുടെ ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഒരു പച്ചരിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ബാക്കി വന്ന ശർക്കരപ്പാനിയും 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചിട്ടെടുക്കുക. ഇതിലേക്ക് വീണ്ടും 1/2 കപ്പ് വെള്ളവും ചേർത്ത് 2 നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഇളക്കി 3 മണിക്കൂറോളം അടച്ചു വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് മാവ് കണ്ടിൽ നന്നായിട്ട് ഇവിടുന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലാക്കിയിട്ട് അതിലേക്ക് ഒരു 5-6 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ആവിയിൽ നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കാം. ഒരു 15 മിനിറ്റോളം. ഈ ഒരു അളവിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു 3-4 വട്ടയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്.